ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മുടെ വൺ പീസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വൺ പീസിലെ ചില പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പക്ഷേ ഇപ്പോൾ യൂസ്ലെസ് ആയി മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്ന് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയുടെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ എന്താ വീഡിയോന് ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്, 10 സബ്സ്ക്രൈബേഴ്സ്. ഇത് നിങ്ങൾക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ വൺ പീസ് ഫൈനൽ വാറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി തന്നെ നമ്മുടെ വൺ പീസിലെ ഫൈനൽ വില്ലന്മാർ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൺ പീസിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഏകദേശം ഇമ്മോർട്ടലാണ്. നമ്മുടെ ഹോളി നൈറ്റ്സ് ആയിക്കോട്ടെ, 5 എൽഡേഴ്സ് ആയിക്കോട്ടെ, ഇമോസമി ആയിക്കോട്ടെ, എല്ലാവരും ഇമ്മോർട്ടൽ പവർ പോസസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ പല ക്യാരക്ടേഴ്സും ഇപ്പം നമ്മുടെ വൺ പീസിൽ യൂസ്ലെസ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു അളവ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സാഞ്ചിക്ക് പോലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ സാഞ്ചിക്ക് ഇതുവരെ കോങ്കറർ ഹാക്കി ഉണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടില്ല. സാഞ്ചി ഒരു പക്ഷേ എവേക്കൻ ചെയ്തേക്കാം, പക്ഷേ ചില ക്യാരക്ടേഴ്സ് ഉണ്ട് കോങ്കറർ ഹാക്കി എന്തായാലും എവേക്കൻ ചെയ്യാൻ പോവാത്തത്. അവരെ കൊണ്ടൊന്നും ഇനി സ്റ്റോറിയിൽ വലിയ രീതിക്കുള്ള ഒരു യൂസ് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്കി, അതുപോലെ തന്നെ ബ്രൂക്ക്, റോബിനി, ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്തായാലും കോങ്കറർ ഹാക്കി എവേക്കൻ ചെയ്യാൻ പോവാത്ത. പിന്നെ നമ്മുടെ ജിംബെ എവേക്കൻ ചെയ്യണമെന്ന് ഒരു ഉറപ്പും ഇല്ല. ഞാനിപ്പോൾ പറഞ്ഞത് സ്ട്രോ ഹാറ്റ്സിൻ്റെ കാര്യം മാത്രമാണ്. ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം, വേൾഡിലെ സ്ട്രോങ്സ്റ്റ് സോർട്സ്മാൻ ആയിട്ടുള്ള മീഹോക്കിന് പോലും കോങ്കറർ ഹാക്കി ഉണ്ടെന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരുപാട് സ്ട്രോങ്സ്റ്റ് ക്യാരക്ടേഴ്സ് ഇപ്പോൾ യൂസ്ലെസ് ആയിട്ടുണ്ട്. നമ്മുടെ മാർക്കോനൊന്നും കോങ്കറർ ഹാക്കി ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പല ക്യാരക്ടേഴ്സും നമ്മുടെ ഫൈനൽ വാറാകുമ്പോഴേക്കും യൂസ്ലെസ് ആയി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഇമ്മോർട്ടാലിറ്റി കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഓടെ എന്തെങ്കിലും തരത്തിലുള്ളൊരു മെത്തേഡ് കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിലൊന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, നമ്മുടെ ഹാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അറ്റാക്കുകൾ. എന്നാലും അത് അത്രമാത്രം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു മാർഗ്ഗം നമ്മുടെ ഓടെ തിരിച്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് ചെറിയ പ്രശ്നമാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും കോങ്കർ ഹാക്കി കൊടുക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ സീരീസിൽ എത്രമാത്രം റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ് കോങ്കർ ഹാക്കി എന്ന്. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും തീർച്ചയായിട്ടും കോങ്കർ ഹാക്കി കൊടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഫൈനൽ വാറിൽ ഈ ഇമ്മോർട്ടൽ പവറുള്ള ഏകദേശം 15 ക്യാരക്ടേഴ്സെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരോടൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രോ ഹാറ്റ്സോ, മാർക്കോയോ, മീഹോക്കോ ഇതിൽ ആരെങ്കിലും ഒരുത്തരൊക്കെ ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഇവർക്കൊക്കെ കോങ്കർ ഹാക്കി കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ ഹേർട്ട് ചെയ്യുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും ഒരു വഴി കൂടി ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ സ്റ്റോറിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും കോങ്കർ ഹാക്കി കൊടുക്കണോ, അല്ലെങ്കിൽ ഈ ഒരു ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ റീജനറേഷൻ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലും ഒരു രീതി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണോ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. എന്നാലും മറ്റൊരു മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.